അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മആശറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കനത്തതോടുകൂടി മറ്റെല്ലാ രംഗങ്ങളിലും എന്ന പോലെ നമ്മുടെ കേരളത്തിലെ മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങൾ ഈ യുദ്ധത്തെ കേരളീയമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ചിരപരിചിതമായ ഒരു വിശകലന രീതിയുണ്ട്, ഒരു സമീപന രീതിയുണ്ട്. അത് വെച്ച് തന്നെയാണ് ഇറാനെയും ഇവർ അളക്കുന്നത്. ഇറാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ് എന്ന് ഇവർ കേൾക്കുന്നു. അപ്പോൾ അവരെന്ത് മുസ്ലിങ്ങളാണ്? അവരുടെ അഖീദ എന്താണ്? അവർ നെഞ്ചിൻ്റെ മുകളിലാണോ അടിയിലാണോ കൈ കെട്ടുന്നത്? കുനൂത്ത് സുബീക്ക് ഓതു. അവരംഗീകരിക്കുന്ന അഖീദ ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശകലനങ്ങൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറാൻ ഇസ്രായേലിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിൽ ആവേശം പൂണ്ട് അഖീദ തെറ്റിപ്പോകാതിരിക്കാൻ എല്ലാവരും വളരെ ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റേതായിരിക്കുന്ന ഉലമാക്കളുടെയും സലഫി ഉലമാക്കളുടെയും ജാഗ്രതാ നിർദ്ദേശങ്ങളും നിരന്തരമായിട്ട് വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന 2 വോയിസ് ക്ലിപ്പുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അല്ല, ഇങ്ങാരുടെ അഖീദ ശരിയാക്കാൻ വേണ്ടിയിട്ട് അഷറഹുൽ അഖായിദിൻ്റെ ഒരു പരിഭാഷയും പിന്നെ മുജാഹിദുകളുടെ അൽമനാർ മാസികയുടെ ബൈൻഡ് ചെയ്ത് വെച്ച ഒരു കെട്ടും അങ്ങ് അയച്ചു കൊടുക്കുക. അഖീദ അങ്ങ് ശരിയാവട്ടെ. അഖീദ ശരിയാവാണ്ട് അയാൾ അവിടെ ഇരുന്ന് എന്ത് കാട്ടിയിട്ടെന്ന കാര്യം. ഈ ഷെയ്ഖ് ബാബു സാഹിബിൻ്റെ ഈ കുറിപ്പിൽ പറയുന്നത് തന്നെയാണ് ശരി. ഈ മുസ്ലിങ്ങളുടെ അഖീദ ശരിയാക്കൽ എന്ന് പറയുന്ന പരിപാടി നിർത്തണം. അതായത് അഖീദ ആണ് ഏറ്റവും വലുത്, അത് ശരിയായാൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ഈ അഖീദ, അതായത് ഏതാണ് ശരിയായ അഖീദ എന്ന് തീരുമാനിക്കണമല്ലോ. അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചിട്ടുണ്ട്, ഇതിനകം തന്നെ എല്ലാവരും തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ ശരിയായ അഖീദ എന്ന് അവനവൻ മനസ്സിലാക്കിയിട്ടുള്ള ആ അഖീദ ഉണ്ടല്ലോ, അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനും, അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടും അവർ ഏൽക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെയൊക്കെ കാഫിറും മുർത്തദ്ദും മുശ്രിക്കുമായി മുദ്ര കുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. ഇത് ആയിരക്കണക്കിന് കൊല്ലങ്ങളായി മുസ്ലിങ്ങളുടെ ഇടയിൽ തുടരുന്നത്. ഇതുവരെയും ഈ ശരിയായ അഖീദ എന്താണെന്നുള്ളത് തന്നെ തീരുമാനമായിട്ടില്ല. അതിൻ്റെ നിർവചനം തന്നെ ഇപ്പോഴും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഈ ഇബാദത്ത് അല്ലെങ്കിൽ തൗഹീദ് എന്നുള്ളതിൻ്റെ നിർവചനം കിതാബുകളിൽ പറയുന്ന നിർവചനം അല്ല ഇപ്പോൾ ഒരു കക്ഷിയും കൊണ്ടു നടക്കുന്നത്. അത് അവനവൻ തർക്കത്തിൽ ഏർപ്പെടുന്നത് ഏത് കക്ഷിയോടാണോ, ഏത് ചേരിയോടാണോ അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിർവചനം അപ്പോഴപ്പോൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കിതാബിലുള്ള താരീഫ് നിർവചനം അവിടെ കിടക്കും. അതാരെങ്കിലും ചോദിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഞങ്ങൾ ഈ പറയുന്നത് തന്നെയാണ്, ഇത് തന്നെയാണ് അത് തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ് ആളെ പൊട്ടീസാക്കുകയാണ് ചെയ്യുക. അപ്പം ഏതായാലും ഈ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് നമുക്ക് അനുഭവവേദ്യമായൊരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ ഒരു ഏക അഖീദയിൽ ലോക മുസ്ലിങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അഖീദയിൽ ഉൾപ്പെടെ മുസ്ലിങ്ങൾക്കിടയിലുള്ള വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും ഒരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചുകൊണ്ട് ആ വൈവിധ്യങ്ങളെല്ലാം ഉള്ളതോടൊപ്പം തന്നെ അവരെല്ലാം പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളാണ് എന്ന നിലയ്ക്ക് ഈ കുറിപ്പിൽ ഷെയ്ഖ് ബാബു സാഹിബ് പറഞ്ഞതുപോലെ ഈ സാംസ്കാരികമായ അല്ലെങ്കിൽ പൊതുവായ ഒരു ഐഡൻറ്റിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് ആരൊക്കെ അവകാശപ്പെടുകയും ആ അവകാശപ്പെടുന്നവരെ മറ്റുള്ളവരും മുസ്ലിങ്ങളായി കാണുകയും ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും മുസ്ലിങ്ങളാണ്.
അവരുടെ അഖീദ എന്തുമാകട്ടെ, അവരുടെ ഫിഖ്ഹ് എന്തുമാകട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ അഖീദയുടെ കാര്യത്തിൽ നമ്മളിൽ നിന്ന് ഒരുപാട് അകലത്തിൽ നിൽക്കുന്ന ആളുകളെയും നമ്മൾ ഈ കൊടക്കീഴിൽ കാണേണ്ടി വരും, കൂട്ടേണ്ടി വരും. അപ്പോൾ അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവരുടെ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ തീരുമാനം 1300 വർഷമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പം ഇനിയൊട്ടുണ്ടാവാനും പോണില്ല. ലോകം ഏതാണ്ട് തീരാനും പോവുകയാണ്. അപ്പോൾ വല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ. ഈ വ്യത്യാസമുള്ള, അഭിപ്രായ വ്യത്യാസമുള്ള, ഇതുവരെയും തീരുമാനമാക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ, ആ അഖീദയുടെ കാര്യത്തിൽ നാളെ പരലോകത്ത് അള്ളാഹ് തീരുമാനം ഉണ്ടാക്കിക്കോളും. എന്നിട്ട് അവന് സ്വർഗ്ഗമാണോ കൊടുക്കേണ്ടത്, അവന് നരകമാണോ കൊടുക്കേണ്ടത്, ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ, ഇവൻ എങ്ങോട്ടുള്ള ടിക്കറ്റാണ് കൊടുക്കേണ്ടതെന്നുള്ളത് പടച്ച തമ്പുരാൻ തീരുമാനിക്കും. അതിന് വിടുക. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് RSSകാർ തരുന്ന നരകത്തിൽ പോകാതിരിക്കാൻ, ഇസ്രായേൽ തരുന്ന നരകത്തിൽ പോകാതിരിക്കാൻ, അമേരിക്ക ഒരുക്കുന്ന നരകത്തിൽ പോകാതിരിക്കാൻ എന്തുണ്ട് വഴി എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന അഖീദയിൽ പിഴവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരെയും ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് കാണേണ്ടി വരും. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അക്കീരമ്മൻ നമ്പൂതിരിപ്പാടും CK ജാനുവും തമ്മിൽ അഖീദയുടെ കാര്യത്തിൽ യോജിപ്പില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളാണ് എന്ന ഒരു ബോധ്യം അവർക്കുണ്ട്. അങ്ങനെ അവർ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മിനിമം ഐക്യബോധമെങ്കിലും ഈ പിഴച്ച കാക്കാന്മാർക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ RSSൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൈകളാൽ പിടഞ്ഞ് ചാവാനായിരിക്കും ഈ ഹമുക്കുകളുടെ യോഗം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങളിത് കേട്ടല്ലോ. അപ്പോൾ എന്താണ്, അതായത് ലോകാടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിലാണെങ്കിലും മുസ്ലിങ്ങൾ വേറെ ആളുകളെ മുസ്ലിങ്ങളായിട്ട് കണക്കാക്കുന്നതിന്, പരിഗണിക്കുന്നതിനുള്ള അളവുകോൽ എന്താണ്, മാനദണ്ഡം എന്താണ്? മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വ തറാഹുമിഹിം വ തആത്തുഫിഹിം കമസലിൽ ജസദി. പരസ്പരമുള്ള സ്നേഹത്തിലും കാരുണ്യത്തിലും സൗമ്യതയിലും മുസ്ലിങ്ങൾ ഒരൊറ്റ ശരീരം പോലെയാണ്. ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വേദന ബാധിച്ചാൽ ബാക്കി ശരീരഭാഗം കൂടി ആ വേദന പങ്കുവെക്കുന്നത് പോലെ, രോഗാതുരമായ ആ അവയവത്തോട് ഐക്യദാർഢ്യം കാണിക്കുന്നത് പോലെ ഉള്ള ബന്ധമായിരിക്കണം മുസ്ലിങ്ങൾ തമ്മിൽ എന്ന് പറയുമ്പോൾ, സാർവദേശീയമായ സംഭവങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദേശീയമായ പ്രാദേശികമായ സംഭവങ്ങളുണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ ഒരു കൂട്ടരെ മുസ്ലിങ്ങളായി കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാനം എന്താണ്? അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നിർവചനമൊന്നും നമുക്ക് തൃപ്തിയായിട്ടില്ല. മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലത്തന വ അക്കല ദബീഹത്തന ഫദാലിക്കൽ മുസ്ലിമുല്ലദി ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി ഫലാ തുഖ്ഫിറുല്ലാഹ ഫീ ദിമ്മത്തി. നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുകയും നമ്മുടെ ഖിബലയെ അഭിമുഖീകരിക്കുകയും നമ്മൾ അറുത്തതിനെ ഭക്ഷിക്കുകയും ചെയ്യുന്നവരാരോ അവരൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. അവർക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സംരക്ഷണമുണ്ട്. ആ അള്ളാഹുവിൻ്റെ ദിമ്മത്തിൽ, സംരക്ഷണത്തിൽ നിങ്ങൾ ലംഘനം പ്രവർത്തിക്കരുത് എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞ, ആ പടച്ചതമ്പുരാൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നിർവചനത്തെ പല രീതിയിലും വക്രീകരിച്ച് ഇപ്പോൾ ഏതോ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഖിബല എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഷറഹുകളിലൂടെ, ഷറഹിൻ്റെ ഷറഹുകളിലൂടെ, ഹാഷിയകളിലൂടെ ആ നിർവചനത്തിൻ്റെ ചൈതന്യം കെടുത്തി. യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞത് മുസ്ലിങ്ങൾ എന്ന സ്വത്വം പേറുന്ന, അസ്തിത്വം പേറുന്ന മുഴുവൻ ആളുകളും ഒരു മർദ്ദിത ജനവിഭാഗം എന്ന അടിസ്ഥാനത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു സ്വത്വ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കപ്പെടാനുള്ള ഒരു സന്നദ്ധതയെങ്കിലും ഉണ്ടാവേണ്ടതുള്ളൂ. അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുന്ന ഒരു പണ്ഡിതൻ ആരെയാണ് മുസ്ലിങ്ങളായി കണക്കാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു നിർവചനം അറബിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലദീന യദ്ദഊന അന്നഹും മുസ്ലിമൂന
വയഉദ്ദുഹും അഅദാഉൽ ഇസ്ലാമി മുസ്ലിമീൻ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യാതൊരു കൂട്ടരാണ്, യദ്ദഊന അവർ അവകാശപ്പെടുന്നു, അന്നഹും മുസ്ലിമൂൻ അവർ മുസ്ലിങ്ങളാണ് എന്ന് അവർ സ്വയം അവകാശപ്പെടുന്നു. വയഉദ്ദുഹും അഅദാഉൽ ഇസ്ലാമി മുസ്ലിമീന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരെ മുസ്ലിങ്ങളായിട്ട് കാണുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള എല്ലാവരും മുസ്ലിങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ അഖീദ എന്താണ്, അവരുടെ ഫിഖ്ഹ് എന്താണ്, അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും പോകാതെ മുസ്ലിങ്ങൾ എന്ന നിലയിൽ വേട്ടയാടപ്പെടുന്ന, അക്രമങ്ങൾക്കിരയാവുന്ന എല്ലാവരും നേരത്തെ ആ വോയിസ് ക്ലിപ്പിൽ നമ്മൾ കേട്ടതുപോലെ മിനിമം വെള്ളാപ്പള്ളി നടേശൻ ചേട്ടനും സുകുമാരൻ നായരും CK ജാനുവും അക്കീരമൻ നമ്പൂതിരിപ്പാടും ചിലപ്പോഴൊക്കെ പുന്നല ശ്രീകുമാറും തമ്മിലുള്ള ആ ഒരു ഏകതാബോധമെങ്കിലും, പുന്നല ശ്രീകുമാർ ആ ഗണത്തിൽ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതായത് ആ ഐക്യവേദിയിൽ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും മുൻകൈയെടുത്തുണ്ടാക്കുന്ന ആ ഏകതാ സംവിധാനത്തിലുള്ള ആളാണോ പുന്നല ശ്രീകുമാർ എന്ന് എനിക്ക് ബോധ്യമില്ല. ഏതായാലും മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം ആ വേദിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഹിന്ദുക്കളാണ് എന്നുള്ള ഒരു ഏകതാബോധം അവർക്കുണ്ട്. അതുപോലും നമ്മുടെ ആളുകൾക്കില്ലെങ്കിൽ വിനാശമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പല ആളുകളും ഇപ്പോൾ അഖീദയുടെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറാനിലേക്ക് വണ്ടി കയറാൻ എന്താ വഴി, ഷറഹുൽ അഖായിദിൻ്റെ കോപ്പികളുമായിട്ട് പരിഭാഷകളുമായിട്ട് ഇറാനിലേക്ക് പോയെങ്കിലും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇറാനികളുടെ അഖീദ ശരിയാക്കാൻ വേണ്ടി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തൗഹീദുമായിട്ട് അങ്ങോട്ട് പോയെങ്കിലോ അവരുടെ അഖീദ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുന്ന കൂപമണ്ഡൂകങ്ങളുണ്ട്. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ്യയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ അവരുടെ അഖീദ കുറച്ചെങ്കിലും ഒന്ന് സുമാറായെങ്കിലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളോ ജീവിത യാഥാർത്ഥ്യങ്ങളോ കണ്ണു തുറന്ന് കാണാൻ കഴിയാതെ ഈ രീതിയിൽ വളരെ കുടുസായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഖീദയുടെ പേരിൽ മനസ്സിൻ്റെ ഇടുക്കം എങ്ങനെ വർദ്ധിപ്പിക്കാം, മനസ്സിൻ്റെ വാതായനങ്ങൾ, അതിൻ്റെ ജാലകങ്ങൾ എങ്ങനെ പരസ്പരം കൂടുതൽ ഇടുങ്ങിയതാക്കാം, കുടുസാക്കാം, ഞെരുക്കമുള്ളതാക്കാം, എങ്ങനെ അകലം സൃഷ്ടിക്കാം. തഖ്രീബിൻ്റെ വഴിയല്ല, തബഈദിൻ്റെ വഴിയാണ്, അകലമുണ്ടാക്കുന്നതിൻ്റെ വഴിയാണ് പല ആളുകളും മതഭക്തിയുടെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, വിശ്വാസം എന്നുള്ളതിന് അഖീദ, ഈ ഖുർആനിൽ യുഅ്മിനൂന എന്നാണ് പറയണത്. ഈമാൻ അല്ലദീന യുഅ്മിനൂന അല്ലെങ്കിൽ അൽ മുഅ്മിനൂന, ഈ മുഅ്മിനൂൻ എന്നുള്ള വാക്കിന് വിശ്വാസികളെന്നും യുഅ്മിനൂന എന്നുള്ളതിനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുമെന്നൊക്കെ അർത്ഥം പറയുന്നത് തന്നെ അതിൻ്റെ ഒരു കൽപ്പിതാർത്ഥമാണ്. അമിന എന്ന സുലാസി മുജറദിൽ നിന്ന് ഉണ്ടായതാണ് ആമന എന്ന അഫ്അല ബാബ് രൂപം. അമിനയുടെ അഫ്അല ബാബാണ് ആമന. അപ്പോൾ അമിനയുടെ അർത്ഥം സമാധാനമുള്ളവനായി അല്ലെങ്കിൽ നിർഭയനായി എന്നാണ്. അപ്പോൾ ആമനയുടെ അർത്ഥം നിർഭയത്വം നൽകി അല്ലെങ്കിൽ സമാധാനം നൽകി എന്നാണ്. വിശ്വസിച്ചു എന്നല്ല അതിൻ്റെ അടിസ്ഥാന അർത്ഥം. അത് നമ്മൾ കൽപ്പിതാർത്ഥം എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. എന്നിട്ട് അതിന് നമ്മൾ നമ്മുടെ സങ്കുചിതത്വങ്ങൾക്കും നമ്മുടെ ഇടുങ്ങിയ താല്പര്യങ്ങൾക്കും അനുസൃതമായ പല താരീഫുകളും നിർവചനങ്ങളും ഉണ്ടാക്കി പരമാവധി എങ്ങനെ ആളുകളെ ഈ ഉമ്മത്തിൽ നിന്ന് കൂടുതൽ പുറത്താക്കാം എന്നുള്ള പുറത്താക്കൽ സമീപനമാണ് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ആഗോളതലത്തിലും ദേശീയ തലത്തിലുമുള്ള പ്രതിസന്ധികളുടെ ഘട്ടത്തിലും നമ്മൾ പുലർത്തുന്നത് എന്നുള്ളത് അത്യന്തം വേദനാജനകമാണ്.